നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആർക്കും ആരെയും കൊല്ലാനോ വെട്ടാനോ കൊട്ടേഷൻ കൊടുക്കാവുന്ന സ്ഥിതിയാണെന്നും ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും CPMന്റെ രാഷ്ട്രീയ രക്ഷകർത്തൃത്വം ഉണ്ടെന്നും ലഹരി മാഫിയ സംഘങ്ങൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കുമാണ് സംസ്ഥാനം നിയന്ത്രിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പന്തീരങ്കാവിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ നവവധുവിനെ ഭർത്താവ് മർദ്ദിച്ച സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് സർക്കാരിനെ VD സതീശൻ വിമർശിച്ചത്. കുറ്റക്കാർ പോലീസുകാരാണ്. മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് മടങ്ങി വന്നാലും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രി മടങ്ങിയെത്തി വെറുതെ ആ കസേരയിൽ മുകളിലേക്ക് നോക്കി ഇരിക്കാമെന്നതല്ലാതെ ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം 2 ദിവസം കൂടി അവിടെ നിൽക്കുന്നതായിരുന്നു നല്ലത്. 1880 ഗുണ്ടകളുണ്ടെന്ന കണക്കെടുത്തിട്ട് ആ ഗുണ്ടകൾക്ക് സ്വൈര്യമായി വിഹരിക്കാനുള്ള സംവിധാനമാണ് ഇവിടുത്തെ പോലീസ് ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. ഗുണ്ടകൾക്കും ലഹരി മാഫിയ സംഘങ്ങൾക്കും CPM രാഷ്ട്രീയ രക്ഷകർത്തൃത്വം നൽകിയിരിക്കുകയാണ്. അതാണ് അഴിഞ്ഞാടാൻ അവർക്ക് ധൈര്യം നൽകുന്നത്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് കഴിയുന്നില്ല. അവരുടെ കൈകാലുകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ ഉപജാപക സംഘം പാർട്ടി നേതാക്കൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും വീതം വെച്ച് നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗുണ്ടാക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പരസ്യമായി തലക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുന്നു. ആർക്കും ആരെയും കൊല്ലാനോ കൈയും കാലും വെട്ടാനോ കൊട്ടേഷൻ നൽകാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി വീടുകൾ അടച്ചുപൊളിക്കുകയാണ്. ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഗുണ്ട ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ആരെങ്കിലും വിവരം നൽകിയാൽ അവരുടെ വീടുകൾ അടിച്ചു തകർക്കും. എന്നിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പന്തീരങ്കാവിൽ പെൺകുട്ടിക്ക് നേരെ വധശ്രമമുണ്ടായിട്ടും പരാതി നൽകിയ പിതാവിനെ CI പരിഹസിച്ചു. അന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിറ്റേന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്ന ശേഷമാണ് കേസെടുത്തത്. ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതി രക്ഷപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും. പെൺകുട്ടിക്കെതിരെ ഇത്രയും ക്രൂരമായ ആക്രമണം ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ്? മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. പെൻഷൻ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. 1 മാസത്തെ പെൻഷൻ നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏത് മാസത്തേതാണെന്ന് പോലും വ്യക്തമാക്കിയിട്ടില്ല. കിഫ്ബിയും പെൻഷൻ കമ്പനിയും പൂട്ടുമെന്നാണ് പറയുന്നത്. നയാ പൈസ കയ്യിലില്ലാത്ത അവസ്ഥയാണ്. അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചു, VD സതീശൻ പറയുകയുണ്ടായി.